സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെയധികം സഹായകം ആകുന്ന ഒരു പ്രയോഗം ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് ബിക്കോസ്. എന്താണ് ഈ ജസ്റ്റ് ബിക്കോസ്? വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇനി എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ നമുക്ക് എക്സാമ്പിളിൽ കൂടി നോക്കാം. ആദ്യം ഞാനൊരു എക്സാമ്പിൾ പറയാം. അവൾ വളരെ സുന്ദരിയാണ് എന്ന് കരുതി അവൾ ബുദ്ധിശാലിയാണ് എന്ന് അതിനർത്ഥമില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് അതിനർത്ഥമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറില്ലേ ഇങ്ങനെയൊക്കെ? അപ്പോൾ ഇവിടെയാണ് നമുക്ക് ജസ്റ്റ് ബിക്കോസ് എന്നതിൻ്റെ ഉപയോഗം വരുന്നത്. ഇനി എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ നോക്കൂ, വളരെ ഈസിയാണ്. ജസ്റ്റ് ബിക്കോസ് ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ doesn't mean that she is an intelligent girl. അവൾ സുന്ദരിയാണ് എന്ന് കരുതി അവൾ വളരെ ബുദ്ധിശാലിയാണ് എന്ന് അതിനർത്ഥമില്ല. ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് റിച്ച് doesn't mean that he is better than us. ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് റിച്ച്, അവൻ പണക്കാരനാണ് എന്നതുകൊണ്ട് അവൻ നമ്മളെക്കാളും ഒക്കെ ബെറ്റർ ആണ്, നല്ലതാണ് എന്ന് അതിനർത്ഥമില്ല. ജസ്റ്റ് ബിക്കോസ് ഐ ആം സ്മൈലിംഗ് ഡസൻറ്റ് മീൻ ദാറ്റ് എവറിത്തിങ് ഈസ് ഓക്കെ. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് അതിനർത്ഥമില്ല. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് അത് അസാധ്യമായ ഒന്നാണ് എന്ന് അർത്ഥമില്ല. ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് ലൈക്ക് ദിസ് ഫുഡ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ഷുഡ് നോട്ട് ഈറ്റ് ദിസ് ഫുഡ്. നിങ്ങൾക്ക് ഈ ഭക്ഷണം ഇഷ്ടമില്ല എന്ന് കരുതി ഞാൻ ഈ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നർത്ഥമില്ല. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നതുകൊണ്ട് അത് അസാധ്യമാണ് എന്ന് അർത്ഥമില്ല. ഇനി വേറൊരു സെൻറ്റൻസ് പറയട്ടെ. നിങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് അവൻ ഒരു മോശം കുട്ടിയാണ് എന്ന് അർത്ഥമില്ല. ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് ലൈക്ക് ഹിം ഡസൻറ്റ് മീൻ ദാറ്റ് ഹീ ഈസ് എ ബാഡ് ബോയ്.